ശരി, നിങ്ങളാരാ? നിങ്ങളെങ്ങനെ ഇവിടെ വന്നു? നമ്മൾ തമ്മിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷെ നീ വിളിച്ചിട്ടാ ഞാനിന്നിവിടെ വന്നത്. ഇന്നലെ നീ നിന്റെ ഹൃദയത്തിലേക്ക് എന്നെ വിളിച്ചായിരുന്നു. എൻ്റെ പേര് യേശു. ശരി, എന്ത് പണിയാണ് നീ കാണിച്ചേ? നോക്കടാ, മൊബൈൽ എടുത്ത് നോക്ക്. എത്ര മെസ്സേജാ വന്നിരിക്കുന്നത് നോക്ക്. എന്താടാ നിങ്ങളാരാ? എന്താടാ നിങ്ങളെങ്ങനെ ഇവിടെ വന്നു? എന്ത് ചോദ്യമാടാ അത്? എത്ര നാളായി നിന്റെ കൂടെ ഞാൻ നിൽക്കാൻ നോക്കിയിട്ട്, എന്നിട്ട് ഇപ്പൊ ഞാനാണ്. കൊള്ളാം, നല്ല ചോദ്യം. ഈ 3 വാതില് ഇതെങ്ങനെ ഇവിടെ വന്നു? നിങ്ങൾ രണ്ടും അത് ഞാൻ പറഞ്ഞുതരാം. ബാ, ഇന്നലെ നീ ഒരു അബദ്ധം കാണിച്ചു, ഓർക്കുന്നില്ല? ഓർമ്മ കിട്ടില്ല, ഒരബദ്ധം കാണിച്ചത്. അയ്യോ, 50 രൂപയുള്ളോ? എന്ത് കുടിക്കും? എന്നാ പിന്നെ ഒരു നാരങ്ങാളം കുടിക്കാം. ആളിയാ, ഓക്കെ. ചേട്ടാ, ഒരു ഫ്രഷ്. ഇവനും ഗേൾഫ്രണ്ടോ? എൻ്റെ അമ്മോ, ഇവൻ്റെയൊക്കെ ഒരു കാലം. അയ്യോ, ഇവനെങ്ങനെ ഇവിടെ വന്നു? പണി കിട്ടുമോ? ശരി. എന്നാ കണ്ടേ? ഓ, എന്നെ നീ എന്നെ കണ്ടില്ലായിരുന്നോ? ഞാൻ നിന്നെ കണ്ടില്ല കേട്ടോ, ശരിക്കും അങ്ങോട്ട് കണ്ടില്ല. നീ ആയിരുന്നില്ല അത്. എന്തുകൊണ്ട്? മടുപ്പാളിയാ, ഒരു രക്ഷയില്ല കേട്ടോ. ഷിൻഡോടെ കല്യാണോ? നീ അറിഞ്ഞായിരുന്നു? ഷിൻഡോടെ കല്യാണമോ? എൻ്റെ കല്യാണമായി. ഓ, അവൻ്റെ ലൈഫ് സെറ്റായല്ലേ? എന്നെ വിളിച്ചില്ലല്ലേ? എടാ ഇല്ലടാ, എൻ്റെ പുതിയ നമ്പരാ, അവൻ അറിയത്തില്ല തോന്നുന്നു. അതാ പ്രശ്നം. നമ്മുടെ മിഥുനില്ലേ, മിഥുനെ കണ്ടത് കഴിഞ്ഞ ദിവസം. അവനെന്തോ ജമ്മുവിലെന്തോ സ്റ്റാർട്ടപ്പിന്റെ പ്രോസസ്സിലാന്ന് പറഞ്ഞു. ഓ, അവരെല്ലാം ഭയങ്കര സെറ്റപ്പ് അല്ലേ? എടാ, നിനക്ക് കുടിക്കാനേ വേണ്ടേ? എനിക്കൊന്നും വേണ്ട. അത് പറ്റത്തില്ല ചേട്ടാ, ഒരു ഫ്രഷ് ലൈം കൊടു കേട്ടോ. ഓക്കെ, ഫ്രഷ് ലൈം മതി. എടാ, നമ്മുടെ ജൂബി ഇല്ലേ, അവളിപ്പോ എവിടാ? ജൂബി സ്റ്റേറ്റ്സിൽ എന്തോ ഹയർ സ്റ്റഡീസ്, സ്കോളർഷിപ്പോടെ പഠിക്കാൻ. പറയാനെപ്പോഴും നിന്റെ കാര്യം. ഓ, എല്ലാവരും ഞാൻ ആകെ കൂടെ ഹൈഡ് ചെയ്ത് നടക്കുമല്ലേ. എന്താ പറയാടാ, ഒന്നും ശരിയാകുന്നില്ല, ഒരു സുഖമില്ല. പേപ്പേഴ്സ് ഇനി ക്ലിയർ ചെയ്യാനുണ്ട്. എന്താ അറിയത്തില്ല, ആകെ മൊത്തം ഒരു വലിച്ചില്ല. ശരി, ഞാനോട് പലപ്പോഴും പറയാൻ വന്നപ്പോഴും നീ ആ സ്പേസ് വന്നിട്ടില്ല. ആക്ച്വലി യു മിസ് വൺ തിങ്. എടാ, അതില്ലാതെ നീ ഇത് കുടിക്ക. ഫസ്റ്റ് കുടി. ശരി, എനിക്ക് ഒത്തിരി ഒന്നും പറയാൻ അറിയത്തില്ല. ഓക്കെ, എനിക്കറിയാവുന്ന പോലെ ഞാൻ പറയാം. ഒരുമിച്ചായിരുന്നു 2 പേർ. ഒരു പ്രത്യേക കാരണത്താൽ സെപ്പറേറ്റഡായി. ഈ സെപ്പറേഷൻ വളരെ ആഴത്തിലുള്ളതായിരുന്നു. ഈ സെപ്പറേഷൻ മാറ്റാൻ വേണ്ടി ഈ വ്യക്തി പലതും ട്രൈ ചെയ്ത് നോക്കി, ഒന്നും നടന്നില്ല. പക്ഷേ ഈ സെപ്പറേഷൻ മാറ്റാൻ കഴിവുള്ള വ്യക്തി ഈ സെപ്പറേഷൻ ആകാനുള്ള കാരണങ്ങൾ മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട് ഈ സെപ്പറേഷൻ നീക്കിക്കളഞ്ഞു. ഇൻട്രസ്റ്റിംഗ്. ഒന്നും മനസ്സിലായില്ലേ? ഇച്ചിരി ഞാൻ ക്ലിയർ ആക്കിയിട്ട് പറയാം. അതായത്, പാപം എന്ന കാരണത്താൽ അകലപ്പെട്ട മനുഷ്യനെ നീതിമാനായ ദൈവം ഈ കാരണങ്ങളെ, ഈ അകലം വരാനുള്ള കാരണങ്ങളെ മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട് ഈ അകലച്ച ഈ ഒരു സെപ്പറേഷൻ മാറ്റിക്കളഞ്ഞു. അവരൊരുമിച്ചായി. ഇൻ ഷോർട്ട്, യേശുവിനെ നിന്റെ ജീവിതത്തിന്റെ കർത്താവായി രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ അവൻ നിന്റെ ജീവിതത്തിലെ എല്ലാ ബ്ലോക്സും മാറ്റി നിന്റെ കർത്തൃത്വം പൂർണ്ണമായി ഏറ്റെടുക്കും. ശരി, നമുക്ക് ദൈവമകനെ തീരുവാൻ കഴിയും. ദൈവത്തിന് നീതിമാനായി, വിശുദ്ധനായി, കൃപയെ മാറുവാൻ കഴിയും. ശരി, നീ ഇത് വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ എൻ്റെ കൂടെ നേരിട്ട് പറഞ്ഞാട്ടെ. യേശുവേ, യേശുവേ, ഞാനൊരു പാപിയാണെന്ന് സമ്മതിക്കുന്നു.
ഞാനൊരു പാപിയാണെന്ന് സമ്മതിക്കുന്നു. യേശു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചുവെന്ന് യേശു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പിതാവ് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു. ഞാൻ എൻ്റെ വാ കൊണ്ട് ഏറ്റുപറയുന്നു. നിന്നെ പിതാവ് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഞാൻ ഹൃദയം കൊണ്ട് എൻ്റെ വാ കൊണ്ട് വിശ്വസിക്കുന്നു. ഏറ്റുപറയുന്നു. ഞാൻ എൻ്റെ വാ കൊണ്ട് ഏറ്റുപറയുന്നു. എൻ്റെ ഹൃദയത്തിലേക്ക് നീ വരണമേ. എൻ്റെ ഹൃദയത്തിലേക്ക് നീ വരണമേ. നീ എൻ്റെ രക്ഷകനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നീ എൻ്റെ രക്ഷകനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ആമേൻ. ശരി, ഇപ്പോൾ യേശു എവിടെയാ? എൻ്റെ ഹൃദയത്തിൽ. അതിന്റെ കൺഫ്യൂഷനാണ് ഈ കാണുന്നതെല്ലാം. മനസ്സിലായോ? എന്താടാ നിനക്കൊരു ടെൻഷൻ ഉണ്ടല്ലേ? വാ കാണണ വലിച്ചിട്ട് വരാം. വാ വാ വാ. ഷെറി, നീ ഈ വഴി പോകാൻ തീരുമാനിച്ചു അല്ലേ? പക്ഷെ ഇത് നീ സ്ഥിരമായി പോകുന്ന വഴിയല്ലേ? നീ നിന്നെ തന്നെ നോക്ക്. നീ ഇന്നൊന്നുമില്ല. നീ നിന്നെ തന്നെ വിളിക്കുന്ന ലൂസർ എന്നാ. പക്ഷെ ഞാൻ നിനക്ക് വേണ്ടി ഒരു വഴി ഉണ്ടാക്കിയിട്ടുണ്ട്. ലോക സ്ഥാപനത്തിന് മുമ്പ് ഉണ്ടാക്കിയത്. ഇതാ വഴി. നിത്യമായ ജീവനിലേക്കുള്ള വഴി, നിത്യമായ സമാധാനത്തിലേക്കുള്ള വഴി. ശരി, നീ എന്ത് ആലോചിക്കുന്നേ? നിനക്ക് ഈ നല്ല അടിപൊളി വഴി കിടക്കുമ്പോൾ നീ എന്തിനാ വേറെ വഴി നോക്കുന്നേ? ഈ വഴി വാ. നിന്റെ അടിപൊളി ലൈഫ്, നീ വിചാരിക്കുന്ന പോലുള്ള ലൈഫ് ഉണ്ടല്ലോ, നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? നീ നല്ല സെറ്റപ്പ് ലൈഫ് ഈ വഴി വന്നാൽ കിട്ടും. വാ 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 വാ. നീ ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല. വാ വാ. ഇതേതാ ഈ വാതില്? ഇതെങ്ങോട്ടുള്ള വാതിലാ? ഈ വഴിയാണ് നിന്റെ ഡെസ്റ്റിനി. പക്ഷെങ്കിൽ ഈ സമയം നിനക്ക് ഈ വഴി പോകാൻ സമയമായിട്ടില്ല. ആദ്യം നീ ഇതുവഴി പോ. പതിയെ അവിടെ ചെന്നോളും. നീ അതിൽ കൂടുതൽ ടെൻഷൻ അടിക്കണ്ട. ഇതുവഴി ഒരു സാധാരണ ലൈഫുള്ള ഇതുവഴി പോ. നീ ചെല്ല്. ഡൗട്ട് അടിക്കണ്ട, ചെല്ല്. എൻജോയ്മെന്റ് അങ്ങനെ 2 ലെവലൊക്കെ ഉണ്ടോ? പിശാച് പറഞ്ഞ കറക്റ്റാ. ഈ 2 വാതിലുകളും ഒരിടത്തേക്ക് നിന്നെ എത്തിക്കത്തുള്ളൂ, നിത്യമായ നാശത്തിലേക്ക്. അവൻ പഠിച്ച കളന. നിന്നെ കാണിക്കുന്ന മോടിയൊക്കെ ഇത് പുറത്തുനിന്ന് നോക്കുമ്പോഴേ ഉള്ളൂ. പക്ഷെ ഇതിനകത്ത് നിനക്ക് തന്നെ അറിയാം, സത്യത്തിന് എപ്പോഴും ഒറ്റ വാതിലേ ഉള്ളൂ. 2 ഓപ്ഷൻ ഇല്ല, ഒരൊറ്റ വാതിൽ. നീ എന്തിനാ വെറുതെ ടെൻഷൻ അടിക്കുന്നേ? നീ ഞാൻ പറഞ്ഞ ആദ്യം കേക്ക്. നിനക്ക് ഞാൻ 2 വഴി തന്നിട്ടില്ലേ? 2 വഴി. അവിടെ തരുന്നത് എന്തുവാ? ഒരു വഴി. അവിടെ നീ പോയാൽ നിന്റെ വെറുതെ ലൈഫ് സ്പോയിലാവും. നീ ഈ വഴി വാ. നിനക്ക് നല്ല അടിപൊളി ലൈഫ്. ഞാൻ നിന്നോട് പറഞ്ഞല്ലോ, അടിപൊളി ലൈഫ് ഈ വഴി നിനക്ക് പോയാൽ കിട്ടും. ഇതെന്താ ഇതിനൊരു പൂട്ട്? ഇവിടെ ഇതെല്ലാം ഒരു പൂട്ടല്ലേ. നിന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. നിനക്ക് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഈ പൂട്ട്, ഇത് തുറക്കാനുള്ള താക്കോൽ നിന്റെ കയ്യിൽ തന്നെയുണ്ട്. അതെന്റെ വചനമാണ്. യേശുവേ, ഞാൻ നിന്റെ കൂടെ വന്ന എൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറുമോ? എൻ്റെ പോയ പേപ്പേഴ്സ് കിട്ടുമോ? ഷെറി, നിന്റെ പ്രശ്നം എന്താണെന്ന് എനിക്കറിയാം. നീ ഇപ്പോൾ നിന്റെ തലയിലൂടെ ഓടുന്ന ചിന്തകൾ, നീ നിന്നിലേക്കാണ് നോക്കുന്നത്. നീ കാണുന്നത് മുഴുവൻ നിനക്ക് കിട്ടിയിട്ടില്ലാത്ത കാര്യങ്ങളാണ്. നിന്റെ പ്രശ്നങ്ങൾ, നിന്റെ പോയ പേപ്പേഴ്സ്, നിനക്ക് മുന്നേറാൻ പറ്റുമോ എന്നുള്ള ചോദ്യങ്ങൾ. ലീവ് ഇറ്റ് ഓൾ. എല്ലാത്തെയും വിട്ടുകളാം. എന്നിലേക്ക് താ എല്ലാത്തെയും. പകരം നീ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ. നിനക്ക് വേണ്ടി ഞാൻ പൂർത്തീകരിച്ചൊരു പ്രവൃത്തിയുണ്ട്, അത് മാത്രം. അതിനകത്ത് നിനക്ക് വേണ്ട സകലവുമുണ്ട്. നീ ഇവിടെ നിന്റെ എഫേർട്ട് ഇട്ട് നീ പ്രയത്നിച്ച് നേടിയെടുക്കുന്ന ഒരു കാര്യമില്ല. ഞാൻ ചെയ്തു തീർത്ത ഒരു കാര്യത്തിലേക്കാണ് ഞാൻ നിന്നെ വിളിക്കുന്നത്. കം വിത്ത് മീ. നീ എന്തിനാ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? നിന്റെ പേപ്പേഴ്സ് ആണ് നിന്റെ വിഷയം. ഈ വഴി വാ. നീ എണ്ണിക്ക് ബാ വാ. ഈ വഴി വാ. നീ എന്തിനാ വെറുതെ ടെൻഷൻ അടിക്കുന്നേ? Deception is the main tool of Satan. ഷെറി, നിനക്കറിയാം, ഞാൻ മനുഷ്യനെ ആദ്യം നിർമ്മിച്ച സമയം മുതൽ അവനെ എന്നിൽ നിന്നും അകറ്റിക്കളഞ്ഞത് പിശാചിൻ്റെ ഇതേ ചതിയായിരുന്നു, ഇതേ വഞ്ചനയായിരുന്നു. നിന്നോടിപ്പം പറയുന്ന ഈ കളർഫുള്ളായിട്ടുള്ള കാര്യങ്ങളില്ലേ, ഇതൊന്നും നീ അനുഭവിക്കാൻ പോകുന്നില്ല.
പക്ഷെ നിനക്ക് വേണ്ടി ഞാൻ ഒരുക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ നിന്നെ ഞാൻ അത്രമാത്രം സ്നേഹിക്കുന്നതുകൊണ്ട്, ബിക്കോസ് ഐ ലവ് യു സോ മച്ച്. ഞാൻ എൻ്റെ ചങ്കിലെ ചോര നൽകിയ നിന്നെ ഞാൻ വീണ്ടെടുത്ത് നീ എന്നെ രക്ഷിതാവായി സ്വീകരിച്ച ആ നിമിഷം തന്നെ ഞാൻ നിന്നിലേക്ക് കൈമാറ്റം ചെയ്തിരിക്കുന്നതിന് മഹത്വത്തെയാണ്. ഡാ, ഷെറി, വാ, എഴുന്നേൽക്ക്. തുറക്കി വാതിൽ.